പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിന്റെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ട് അകപ്പെട്ടു, വല കീറാറായി. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗന്നസരത്ത് എന്ന തടാകത്തിന്റെ കരയിൽ ശൂന്യമായ അനുഭവങ്ങളിൽ പടക് ശൂന്യമായി, വല ശൂന്യമായി, വളരെ വേദനയോടെ നിൽക്കുന്ന പത്രോസിന്റെ അടുക്കൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നിട്ട് പത്രോസിൻ്റെതായ പടകിനെ ദൈവം തിരഞ്ഞെടുക്കുകയും ആ പടകിലിരുന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുകയും അതിനുശേഷം പത്രോസിനോട് സ്വർഗത്തിലെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പത്രോസേ, നീ ആഴത്തിലേക്ക് വല വീശുക. പത്രോസ് ഉടനെ യേശുവിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറുമീന് പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ഏതൊരവസ്ഥയിൽ നീ ശൂന്യത അനുഭവിക്കുന്നുണ്ടോ, ദൈവശബ്ദം നീ കേൾക്കുക. നിന്റെ ശൂന്യതകളെ നികത്തി, നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റി നിനക്ക് നിറവ് നൽകി മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. പത്രോസ് അങ്ങനെ ചെയ്തപ്പോൾ പത്രോസിന്റെ വലയിൽ വല കീറത്തക്കവണ്ണമുള്ള പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. മറ്റുള്ള പടയാളികളെ കൂടെ വിളിച്ച് പത്രോസ് വല വലിച്ചു കയറ്റി. ആമേൻ. പത്രോസിന്റെ ജീവിതത്തിന്റെ മേഖലയിൽ അതൊരു വലിയ അത്ഭുതമായിരുന്നു. ജീവിതത്തിൽ തന്നെ അതിശയിച്ചു പോയി. എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരൊറ്റ കാര്യം, യേശു പറഞ്ഞതായ വാക്ക് അവൻ അനുസരിപ്പാൻ തയ്യാറായി. നിരാശയോടുകൂടെ ബുദ്ധിമുട്ടിന്റെയും പ്രയാസങ്ങളുടെ നടുവിലൂടെയും ശൂന്യമായ അനുഭവങ്ങളിലൂടെയും നീ കടന്നു പോകുമ്പോഴും നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തിന്റെ ശബ്ദം, കർത്താവ് നിന്നോട് എന്തുവാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്നോട് എന്താണ് സംസാരിക്കുന്നത്, ആ ശബ്ദം അനുസരിച്ച് നീ ചെവി കൊടുക്കുകയും ആ ശബ്ദം അനുസരിച്ച് നീ കേട്ട് അത് എന്തുവാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് എന്ന് വ്യക്തമായി കേട്ട് അതനുസരിപ്പാൻ തയ്യാറായാൽ, പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിലാകട്ടെ, ആത്മീയ മേഖലകളിലാകട്ടെ, ഏതൊരു വിഷയത്തിലാണോ നീ ശൂന്യത അനുഭവിക്കുന്നത്, ആ ശൂന്യതകളെ നികത്തി നിറവ് നൽകുന്ന സ്വർഗത്തിലപ്പനാണ്, നിറയ്ക്കുന്ന കർത്താവാണ്. ശൂന്യതകളെ നികത്തി സമൃദ്ധി നൽകുന്ന, മാനിക്കുന്ന, അനുഗ്രഹിച്ചുയർത്തുന്ന സ്വർഗത്തിലപ്പനാണ് നമ്മുടെ കർത്താവ്. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ മാത്രം നീ തയ്യാറാക്കുക. ആ കേട്ട് ആ വാക്ക് നീ അനുസരിക്കുക. സ്വർഗത്തിലപ്പൻ എനിക്കും നിങ്ങൾക്ക് വേണ്ടി വലിയ ദൈവപ്രവൃത്തികൾ, ആർക്കും ചെയ്തു തരാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവൃത്തി എനിക്കും നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലപ്പൻ ചെയ്തു തരും. ഒരിക്കൽ ഒരു മാതാവ് തന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവശബ്ദം കേട്ടതനുസരിച്ച് എല്ലാ പ്രഭാതത്തിലും ആലയത്തിൽ ചെന്ന് ദേശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി എല്ലാ പ്രഭാതത്തിലും 5 മണിക്ക് ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടക്കം വന്നില്ല. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, തലമുറയുടെ ജീവിതങ്ങളിൽ, സാമ്പത്തിക മേഖലകളിൽ, ഏതെല്ലാം മണ്ഡലങ്ങളിൽ അവര് ശൂന്യത അനുഭവിച്ചോ, ആ ശൂന്യതകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ തുടങ്ങി. അതിനർത്ഥം അവര് കേട്ടതായ ദൈവശബ്ദം ദൈവസന്നിധി ചെന്ന് പ്രഭാതയാമത്തിൽ ദേശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഭാരപ്പെടുത്തുക വ്യക്തികൾക്ക് വേണ്ടി നീ ഇടിവിൽ നിന്ന് നീ പ്രഭാതങ്ങൾ ആലയിച്ചെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ദൈവശബ്ദം കേട്ടതനുസരിച്ച് ആ സഹോദരി അത് അനുസരിക്കുകയും പല പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ആ പ്രാർത്ഥനയ്ക്ക് തനിക്ക് ആഞ്ഞടിച്ചുവെങ്കിലും പ്രഭാതത്തിൽ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ എടുത്ത ദൈവശബ്ദ പ്രകാരം പ്രാർത്ഥിച്ചപ്പോ ആ മകളുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ താൻ ശൂന്യത അനുഭവിച്ചോ അതിലെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യവും നിറവും, സാമ്പത്തികമായിട്ടെ, കുടുംബത്തിലാകട്ടെ, ശൂന്യമായി അനുഭവിച്ച സകല പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ
നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ഇടപെടലുണ്ടായി ഒരു നിറവും അനുഗ്രഹങ്ങളും അവർ പ്രാപിച്ചെടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ എന്ത് ശൂന്യതയായിരുന്നാലും, ഏതു മേഖലയിലാണോ, ജോലി സംബന്ധിച്ചാണോ, സാമ്പത്തിക വിഷയത്തിലാണോ, കുടുംബത്തിന്റെ വിഷയത്തിലാണോ, വ്യക്തിപരമായ വിഷയത്തിലാണോ, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലാണോ, നീ ഏത് മേഖലകളിൽ, ഏത് ദേശത്ത്, ഏത് രാജ്യത്തിരുന്നുകൊണ്ട് ഈ ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിത്വമേ, നിന്റെ ജീവിതത്തിന്റെ ശൂന്യാവസ്ഥ എന്തായിരുന്നാലും നീ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, ആ യേശുവിന്റെ കരങ്ങൾ കൊടുക്കുക. കർത്താവ് നിന്നോട് എന്തുവാണ് പറയുന്നത്, ആദ്യം നീ അതനുസരിക്കുക. നിന്റെ ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റി നിനക്കാവശ്യമായ സകല നന്മകളും അനുഗ്രഹങ്ങളും നൽകി ശൂന്യത മാറ്റി വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും സാമ്പത്തിക മേഖലകൾ ശൂന്യത അനുഭവിക്കുന്നുണ്ടോ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിരാശപ്പെടേണ്ട. ഹൃദയത്തിന്റെ ശൂന്യത, എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്നൊക്കെ ശൂന്യത നിന്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്നുണ്ടോ, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്, നിന്നെ കാണുന്ന ഒരു അപ്പനുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പൻ നിന്റെ ഹൃദയത്തിലെ ശൂന്യതകളെ മാറ്റി നിന്റെ മനസ്സിൽ ദൈവസ്നേഹത്താൽ നിറച്ച്, സമാധാനത്താൽ നിറച്ച്, നിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലകളെ ശൂന്യതകളെ നീക്കി നിന്നെ മാനിക്കുന്ന അപ്പനാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവമേ, ഈ ദൈവശബ്ദം കേട്ട് സമർപ്പിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾക്കായി സ്തോത്രം. ഇവരെല്ലാ ശൂന്യതകളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, സാമ്പത്തിക മേഖലയിലെ ശൂന്യതകൾ മാറട്ടെ, ഒരു നിറവ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.